എന്നാലും ഒരു സംശയം നിലനിൽക്കുന്നത് എന്തെന്നാൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഇതൊരു കോളനി വണ്ടിയാണ്. ജാപ്പനീസ് മാനുഫാക്ചേഴ്സ് ആരും കൈവയ്ക്കാറുണ്ട്. എന്നാൽ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് 260 സെഗ്മെൻറ്റ്. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ എന്നാൽ ഏറ്റവും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് പൾസർ 200 NS. സോ നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഒരു റൈഡ് റിവ്യൂ ആണ്. പൾസർ 200 NSൻ്റെ റൈഡ് റിവ്യൂ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലുക്സിൽ തന്നെ തുടങ്ങാം. ലുക്സ് ബേസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വണ്ടി അങ്ങനെ എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നുമില്ല. എക്സാക്റ്റ് എങ്ങനെയാണ് BS4 അതുപോലെ തന്നെയാണ് BS6. ഗ്രാഫിക്സ് വർക്കിൽ പോലും ഒരു മാറ്റവുമില്ല. അത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തികരമല്ലാത്തൊരു കാര്യം തന്നെയാണ്. ലുക്സിലധികം മാറ്റങ്ങളൊന്നുമില്ല. ഒറ്റനോട്ടിൽ തിരിച്ചറിയുന്ന ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് BS4 അതുപോലെ തന്നെയായിരുന്നു. പിന്നെ BS6 ആയതുകൊണ്ട് തന്നെ കാറ്റലറ്റിക് കൺവേർട്ടറിൻ്റെ ഒരു ബൾജിങ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു നല്ലോണം നോട്ടീസ് ചെയ്താൽ മാത്രമേ അതും കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഹെഡ്ലൈറ്റ് ആയാലും തന്നെ ഹാലജൻ യൂണിറ്റാണ്. ഇൻഡിക്കേറ്റേഴ്സും അത് തന്നെ. ടെയിൽ ലൈറ്റ് മാത്രമാണ് പഴയ കണക്ക് LED. അടുത്ത നമുക്ക് എഞ്ചിൻ സൈഡ് നോക്കാം. 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കരുത്ത് ചെയ്യുന്നത്. 24.5 bhp പവറാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാം BS4 BS6 മാറ്റുമ്പോൾ കണ്ടുവരുന്നത് പവറിലൊരു നല്ല റിഡക്ഷൻ വരുന്നതാണ്. പക്ഷേ ഇതിൽ നേരെ സംഭവിച്ചേക്കുന്നത് തിരിച്ചാണ്. പവറിലൊരു അപ്ഗ്രേഡാണ് വന്നിരിക്കുന്നത്. 24.5 bhp പവറാണ് ഇപ്പോൾ നിലവിൽ NSനുള്ളത്. അതുപോലെ തന്നെ 18.3 Nm ടോർക്കാണ് ഇതിലുള്ളത്. 8000 RPM ഈ ടോർക്ക് ഡെലിവർ ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് സെക്ഷനിലേക്ക് പോകാം. ബ്രേക്കിംഗ് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 154 കിലോഗ്രാമാണ്. സിംഗിൾ ചാനൽ ABS ആണുള്ളത്. അതെന്തായാലും ഒരു പോരായ്മ പോലെ തോന്നിയാണ്. 200 cc വരുന്നൊരു വണ്ടിക്ക് ഡബിൾ ചാനൽ ABS കൊടുക്കാമായിരുന്നു. ഫ്രണ്ട് ഡിസ്ക് സൈസ് 300 mm, ബാക്ക് 230 mm ആണ്. 15 ഇഞ്ച് അലോയ് വീൽസാണ്. ട്യൂബ്ലെസ് ടയേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് 100/80 ടയേഴ്സും ബാക്ക് 130/70 ടയേഴ്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം പഴയപടി തന്നെയാണ്. പിന്നെ ടയർ വന്നിട്ട് ഡ്യൂക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ സൈസ് കുറച്ച് ചെറുതായില്ലേ എന്ന് തോന്നിപ്പോവും. അടുത്ത നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് BS4 എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന BS6 വണ്ടിയും. റൈഡിങ് പൊസിഷനിലൊന്നും വലിയ വ്യത്യാസങ്ങളും ഒന്നുമില്ല. എല്ലാം പഴയപടി തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. സെയിം റൈഡിങ് പൊസിഷനാണ്. പിന്നെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസും ആണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വണ്ടികൾക്ക് അങ്ങനെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ എന്തായാലും മാറ്റിയിട്ടുണ്ട്. വൺ ടച്ച് സ്റ്റാർട്ട് സിസ്റ്റം ആണ്. ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ടാങ്ക് 12 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. എറൗണ്ട് മൈലേജ് BS4 വന്നിട്ട് 35 to 38 പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു BS6 ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 40 മേൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് കൺസോൾ നോക്കാം. കൺസോൾ നോക്കുമ്പോൾ വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു മറ്റ് 160 cc സെഗ്മെൻറ്റ് വെച്ച് വരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പറായിട്ടുള്ളൊരു കൺസോൾ തന്നെയാണെന്ന് പറയാം. ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഇല്ല. അന്ന് NS ഇറക്കുന്ന ടൈമിലുണ്ടായിരുന്ന ആ ഒരു കൺസോളിന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ മാറ്റങ്ങളും കാര്യമൊന്നുമില്ല. മുമ്പൊരു മഞ്ഞ ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു നീലയായിട്ട് ഇടയ്ക്ക് ചേഞ്ച് ചെയ്തു. കുറച്ച് വാർണിംഗ് ലൈറ്റ്സിൻ്റെ അഡീഷണൽ ആഡിങ്ങും കൂടെ ഉണ്ടായി. എന്നല്ലാതെ വേറൊരു കാര്യവും ഇതിലില്ല. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി, സൗണ്ടിന് വന്നിട്ടുള്ള ഒരു ചേഞ്ചുമാണ്. ഇപ്പോഴാണ് കറക്റ്റ് ഇതൊരു 200 cc വണ്ടിയായി എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് സൗണ്ട്. BS4 വെച്ച് BS6 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ടിൽ വരുന്നൊരു നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. വണ്ടി ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് മനസ്സിലാവുന്നതാണ്. ഇനിഷ്യൽ പുള്ളിങ്ങും കാര്യങ്ങളും എല്ലാം ഒത്തു നിൽക്കുന്നുണ്ട്.
ഓവറോൾ BS4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിഫൈൻമെൻറ്റിൻ്റെ കാര്യം ഒരുപാട് കൂടിയിട്ടുണ്ട്. എന്നാൽ സൗണ്ടിൻ്റെ കാര്യം നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. സൗണ്ട് നല്ലൊരു ബാസ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. പിന്നെ ഒരു RPM കട്ടറും ഉണ്ട്. അതായത് ഈ ഒരു ഇത്ര റെഡ് ലൈന് മേലെ RPM കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഒരു എക്കൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും എന്തായാലും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മുമ്പൊരു വാർണിംഗ് ലൈറ്റ് കത്തുന്നൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. എൻജിൻ സൈഡിൽ വേറെ പ്രത്യേകതകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ വന്നത് എന്തുകൊണ്ടൊരു സേഫ്റ്റി മെഷർ പോലെ ഉപയോഗിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പൾസർ 200 NS BS6 എത്രത്തോളം അപ്ഗ്രേഡായി അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടി കാണും. എന്നാലും ഒരു സംശയം നിലനിൽക്കുന്നത് എന്തെന്നാൽ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഇതൊരു കോളനി വണ്ടിയാണ് എന്ന്. ഈ കോളനി എന്നൊരു വാക്ക് ആക്ഷേപിക്കേണ്ട ഒരു വാക്കൊന്നുമല്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് അറിയത്തുമില്ല. നിങ്ങൾക്കറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫ് ആൻഡ് ഗുഡ് ബൈ.